ഹലോ, ഞാനും തേജും ചോറൊക്കെ കഴിച്ച് കിടക്കാൻ നേരത്താട്ടോ ഏട്ടൻ വിളിക്കുന്നത്. ഞാൻ വരുന്നുണ്ട് എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കുന്ന്. അത് കേട്ട പാടെ എനിക്ക് ഭയങ്കര മടിയാട്ടോ. ഞാനാണെങ്കിൽ മൂടി പൊതിച്ച് കിടക്കാൻ പോവുമായിരുന്നു. അങ്ങനെ വേഗം തന്നെ ഒരു തട്ടിക്കൂട്ടി കറി വെക്കാന്ന് വിചാരിച്ചു. കിഴങ്ങുണ്ടായിരുന്നു. കിഴങ്ങ് മുറിച്ച് ഉപ്പേരി വെക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞാനും തേജും കൂടി അടുക്കളയിൽ വന്നിട്ട് ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കുക കേട്ടോ. ഒരാളാണെങ്കിൽ അരിപ്പാത്രത്തിൽ കളിച്ച് നിൽക്കുക കേട്ടോ. പറഞ്ഞാൽ കേൾക്കുകയില്ല. പ്രത്യേകിച്ച് രാത്രി ആയതുകൊണ്ട് അവൻ എൻ്റെ അടുത്തുനിന്ന് മാറൂല കേട്ടോ. ഭയങ്കര പേടിയാണ്. നിലത്തൊക്കെ കിടന്ന് ഉരുണ്ടിട്ടാട്ടോ കളിക്കുന്നത്. വേഗം തന്നെ കിഴങ്ങെല്ലാം അരിഞ്ഞ് പെറുക്കി അടുപ്പിലേക്ക് അങ്ങോട്ട് വെച്ചു. പിന്നെ ഞാന് ചമ്മന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ചമ്മന്തി ഭയങ്കര ഇഷ്ടാട്ടോ. അങ്ങനെ ചമ്മന്തി അരയ്ക്കാൻ നേരത്ത് തേങ്ങ ചിരണ്ടാൻ വേണ്ടി പോയപ്പോൾ ഒരാൾ നുള്ളി നുള്ളി പെറുക്കി തിന്നുന്നുണ്ട് ട്ടോ. അടുക്കളയിലെന്നെയാണ് ട്ടോ കളി. എനിക്കാണെങ്കിൽ ഭയങ്കര പേടി അടുക്കളയിൽ കളിക്കുമ്പോൾ. അങ്ങനെ വേഗം തന്നെ അകത്തേക്ക് വിട്ടു ട്ടോ. അച്ഛൻ വരുന്നുണ്ടോ നോക്കുന്ന് പറഞ്ഞിട്ട് അതേപാട് തിരിച്ച് വന്നു ട്ടോ. അടുക്കളയിലെന്നെ കളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടി. ചോറൊക്കെ തിളച്ചിങ്ങനെ വരുന്നുണ്ടായിരുന്നു. പറഞ്ഞാൽ കേൾക്കൂല. ഭയങ്കര പിരിപിരിപ്പാട്ടോ. പിന്നെ ഞാൻ വേഗം തന്നെ ചോറും ഉപ്പേരിയും ചമ്മന്തിയൊക്കെ സെറ്റാക്കി അങ്ങോട്ട് വെച്ചു ട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഏട്ടൻ വരുന്നുണ്ടോന്ന്. അങ്ങനെ വേഗം ഏട്ടൻ വന്നു ട്ടോ. ഏട്ടനാണെങ്കിൽ ബൈക്കിൽ വന്നുകൊണ്ട് തണുത്ത് വിറച്ചാട്ടോ വന്നത്. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും മിഠായി കൊണ്ടുവന്നതാണ്. അവൻ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ട്ടോ. എനിക്ക് തരാൻ പറഞ്ഞപ്പോൾ അവൻ തന്നില്ല ട്ടോ. അങ്ങനെ ഏട്ടൻ പറഞ്ഞു വേഗം ചോറെടുത്ത് വെക്കുന്ന്. വിശന്നിട്ടാട്ടോ വന്നേ. വേഗം തന്നെ ചോറും ഉപ്പേരിയും മുട്ട വറുത്തതും ചമ്മന്തിയൊക്കെ സെറ്റാക്കി അങ്ങോട്ട് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ ഓരോന്നിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു ട്ടോ അവൻ്റെ കൂടെ. അവന് ഭയങ്കര സന്തോഷാട്ടോ ഞങ്ങളിങ്ങനെ അടുത്തിരുന്ന് വർത്താനം പറയുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ പോയി കാണാം.